ഹിബോൺ ചാക്കോ എഴുതിയ അമർ എന്ന കഥ. അമർ, written by ഹിബോൺ ചാക്കോ, കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ്. അമർ ആക്ഷൻ ഡ്രാമ പാർട്ട് 5. ഇത്രയും സംഭവിച്ചതിനൊപ്പം വാഹനം അല്പം കൂടി മുന്നോട്ട് പോയില്ല. മറ്റൊരു വഴിയിൽ നിന്നും തോളിൽ ഭാഗം മുറുക്കി യുവതി ഓടി ഈ വഴിയിലേക്ക് കയറി. ഒരു വാഹനം കണ്ടെന്ന വിധം ഇവർക്ക് നേരെയായി യുവതി. അമറും കൂട്ടരും യുവതിയുടെ വരവ് കണ്ടതും അവളുടെ പിറകെ 3 ബൈക്കിൽ ആളുകൾ മുന്നത്തെ 2 പേരോടുകൂടി ഉൾപ്പെട്ട് ലക്ഷ്യമില്ലാത്ത ആവേശത്തോടും ആഹ്ലാദത്തോടും കൂടി, എന്നാൽ ചെറിയ ആക്രോശം വിടാതെയും എത്തുകയാണ്. അമറിനൊപ്പം മറ്റു മൂവരും ഈ രംഗം കണ്ടതോടെ പ്രവീൺ എന്തെങ്കിലും പറയുവാൻ തുടങ്ങും മുമ്പ് അമർ വാഹനം നിർത്തി. യുവതി ഓടിക്കിതച്ചെത്തി വാഹനത്തിനും ഉദ്ദേശം മുന്നിലൊരിടത്തായി പിടിച്ചു നിന്നു. ശേഷം കിതപ്പ് നിയന്ത്രിക്കുവാൻ പ്രയാസപ്പെട്ട് പിറകോട്ട് ഒരു നിമിഷം വേഗത്തിൽ നോക്കിയ ശേഷം മുന്നിലെ വാഹനം ശ്രദ്ധിച്ച് ഏതാണെന്ന് ഉറപ്പുവരുത്തി. അപ്പോഴേക്കും ഡോർ തുറന്ന് പ്രവീൺ തൻ്റെ തൊപ്പി ഉറപ്പിച്ചുകൊണ്ട് യുവതിയുടെ അടുത്തേക്ക് വേഗത്തിൽ ഇറങ്ങിച്ചെന്നു. അടുത്ത നിമിഷം തന്നെ 3 ബൈക്കുകളും പഴയപടി തന്നെ വന്നെത്തി നിന്നു. അമർ യൂണിഫോമിലായിരുന്നു. തൊപ്പി ഒഴിവാക്കി. എന്നാൽ ഒരു തികഞ്ഞ പോലീസുകാരനായി അവൻ ഡോർ തുറന്നിറങ്ങി മുന്നോട്ടെത്തി യുവതിക്കും ബൈക്കിലെത്തിയ യുവാക്കൾക്കും നടുവിലായി നിന്നു. അപ്പോഴേക്കും പ്രവീണിൻ്റെ മുഖഭാവം മൂലം വനിതാ പോലീസുകാർ യുവതിയെ ലക്ഷ്യം വെച്ച് ഇറങ്ങി നിന്നിരുന്നു. ഓഹോ മോളെ, നീ രക്ഷപ്പെട്ടല്ലോ. പോലീസ് വാഹനവും അമറും നിൽക്കുന്നത് കണ്ട് ഒരു പുച്ഛഭാവത്തോടെ യുവതിയെ ശല്യം ചെയ്തു തുടങ്ങിയവൻ പഴയപടി ഉറക്കെ പറഞ്ഞു. കിതപ്പ് മാറാതെ വിഷമിച്ച് നോക്കി നിൽക്കുന്ന യുവതിയെ നോക്കി അമർ അനക്കം കൂടാതെ പ്രവീണിനെ ഒന്ന് നോക്കി. അവനുടനെ വനിതാ പോലീസുകാരോട് യുവതിയെ വണ്ടിയിലേക്ക് കയറ്റുവാൻ ആംഗ്യം കാണിച്ചു. അവരത് അനുസരിക്കുമ്പോൾ എന്നാൽ പ്രവീണിൻ്റെ ശ്രദ്ധ ഈ രംഗം അമറിൻ്റെ നേതൃത്വത്തിൽ പിടിച്ചെടുത്തിരുന്നു. ബൈക്കുകൾ താരതമ്യേന ചെറുതായി ഇരപ്പിച്ചായിരുന്നു നിന്നിരുന്നത്. കൂസലില്ലാതെ നിൽക്കുന്ന അമറിനെ കണ്ട് എന്ന വിധം മുന്നേ ആക്രോശിച്ചവൻ ബൈക്കിൽ നിന്നും ഇറങ്ങി ഓടിച്ചിരുന്നവനെ വകവയ്ക്കാതെ താക്കോൽ ഓഫാക്കി വെച്ച് അമറിന് മുന്നിലേക്ക് വന്നു നിന്നു. ഇതിൻ്റെ ഫലമെന്ന വിധം മറ്റു 2 ബൈക്കുകളും ഓഫായി. ഒന്ന് പരിചയപ്പെടാൻ സാറിനെ പോലെ ഇങ്ങനെ നിന്നു തരേണ്ടേ ഒന്ന്. വാഹനത്തിലേക്ക് ഒരു നിമിഷം യുവതിയെ നോക്കിയ ശേഷം അമറിനെ ആംഗ്യം കാണിച്ച് നിവർന്നു നിന്ന് വന്നു നിന്നവൻ ഇങ്ങനെ പറഞ്ഞു. സാരമില്ല, ഇപ്പോൾ കൊണ്ടുപോയിക്കോ. ഞങ്ങൾ കുറേ കാലമായി ഒരുപാട് പോലീസുകാരെ കാണുന്നതാ. പഴയപടി അനക്കം കൂടാതെ നിൽപ്പ് തുടരുന്ന അമറിനെ നോക്കി ഒന്നയഞ്ഞെന്ന വിധം അവൻ തുടർന്നിങ്ങനെ ഒരു ഗൂഢമന്ദഹാസം പേറി പറഞ്ഞു നിർത്തി. ഈ സമയം ബൈക്കിലെത്തിയവരിൽ ചിലർ അമറിനെ വീക്ഷിച്ച് എന്തൊക്കെയോ ചിന്തിച്ചെടുക്കുന്നുണ്ടായിരുന്നു. ഭാവഭേദം കൂടാതെ നിൽപ്പ് തുടരുന്ന അമറിനെ ഒന്നിരുത്തി മൂളിയ ശേഷം വന്നവൻ തിരികെ നടന്ന് ബൈക്കിൽ കയറുവാൻ തുനിഞ്ഞതും എന്തോ വിവരം കൈമാറുന്നത് പോലെ മുൻപേ ചിന്തിച്ചു കൂട്ടിയവർ അവൻ്റെ ചെവിയിലേക്ക് രഹസ്യമായി മൊഴികൾ എത്തിച്ചു. അതുകേട്ട് ദൃഢമായി അവൻ പിന്നിലേക്ക് തിരിഞ്ഞതും അവനെ നോക്കി അമർ പഴയപടി അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ സമയം യുവതിക്ക് വനിതാ പോലീസുകാർ കുപ്പിയിൽ നിന്നും വെള്ളം നൽകുകയായിരുന്നു. ഒരുവിധം യുവതി അത് കുടിച്ചിറക്കിക്കൊണ്ടിരുന്നു. ബൈക്കിനടുത്തു നിന്നും വീണ്ടും അവൻ അമറിനടുത്തേക്ക് വന്നു നിന്നു. പഴയതിനും ദൃഢമായും കൂസലില്ലാതെയും. മര്യാദ പഠിപ്പിക്കുന്ന ആളാണെന്ന് ഇപ്പോൾ അറിഞ്ഞത്. ഒന്ന് നിർത്തിയ ശേഷം അവൻ തുടർന്ന് പറഞ്ഞു. വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ ചോദിച്ച് പബ്ബിലേക്ക് വന്നാൽ മതി. ഇറച്ചി വെട്ടി ചിലപ്പോൾ ഞങ്ങൾ നല്ല കള്ള് കുടിക്കാറുണ്ട്. പ്രവീൺ നിന്നിടത്ത് നിന്ന് ഇരുവരെയും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. ചുണയുണ്ടെങ്കിൽ അവിടെ വന്ന് ഞങ്ങളുടെ നേതാവിനെ ഒന്ന് മര്യാദ പഠിപ്പിക്കാം. യു ആർ വെൽക്കം. ആത്മവിശ്വാസം കലർന്ന കൂസലില്ലായ്മയോടെ അമറിനോട് അവനിങ്ങനെ പറഞ്ഞു നിർത്തിയ ശേഷം അതേ ഭാവത്തിൽ മന്ദഹാസം പേറി തിരികെ നടന്ന് ബൈക്കിൽ കയറി. എല്ലാ ബൈക്കും സ്റ്റാർട്ടായി തിരികെ വന്ന വഴി പാഞ്ഞുപോയി. യുവതിയെ ശല്യം ചെയ്തവൻ്റെ മുന്നിലിരുന്ന് ബൈക്ക് ഓടിച്ചിരുന്നവൻ ഒന്ന് പിറകിലേക്ക് നോക്കിപ്പോയിരുന്നു. ഉറപ്പോടെ പഴയപടി നിൽക്കുന്ന അമറിനെ. സാറേ, അല്പം അതിശയത്തോടെ വായയൽപ്പം തുറന്ന് കോൺസ്റ്റബിൾ പ്രവീൺ പഴയപടി നിലകൊള്ളുന്ന അമറിനെ വിളിച്ചു. രംഗം മനസ്സിലാക്കാൻ സാധിക്കാതെ പോകാം എന്ന ഉദ്ദേശത്തോടെയും കൂടിയുള്ളൊരു ഭാവം പ്രകടമാക്കി പോയിരുന്നു. ഇതിനുശേഷം അമറിനെ നോക്കി അവൻ. പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്ത വിധം അമർ പെടുന്നനെ വണ്ടിയിലേക്ക് കയറി. പിറകെ വേഗം പ്രവീണു. സാറേ, തിരിച്ചു പോകണം നമുക്ക്. ഇവിടെ അടുത്ത വീടെന്ന് യുവതിയോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു എന്ന വിധം ഒരു പോലീസുകാരി അമറിനോട് പറഞ്ഞു. അമ്പരപ്പ് മാറാതെയിരിക്കെ പോലീസുകാരികളെ നോക്കിപ്പോയ പ്രവീണിനൊപ്പം നിർത്താതെയിട്ടിരുന്ന വാഹനം അമർ തിരിച്ചു തുടങ്ങി. ഒരിടവഴിയുടെ അരികിലായി
ബൊലേറോയിൽ കാത്തു കിടക്കുന്നിടത്തേക്ക് അല്പം പഴയൊരു വീടിൻ്റെ പടികളിറങ്ങി പോലീസുകാരി എത്തി. അവർ അമറിനടുത്തേക്ക് വന്നു നിന്ന ശേഷം പറഞ്ഞു, സാർ, അവളുടെ പേര് ജീന. അമ്മ മാത്രമേ ഉള്ളൂ. ജോലി കഴിഞ്ഞ് ഇന്ന് തിരിച്ചു വരാൻ കുറച്ചു താമസിച്ചു. ശ്രദ്ധയോടെ ഈ വാചകങ്ങൾ കേട്ടുപോയ അമറിനെ നോക്കി ഒരു നിമിഷം അമാന്തിച്ച ശേഷം അവർ തുടർന്നു പറഞ്ഞു മെല്ലെ, ഇനി എന്തെങ്കിലും ഉണ്ടാകുവാണേൽ പരാതിപ്പെട്ടുകൊള്ളാം എന്ന് പറഞ്ഞു. ചുണ്ടുകൾ തുറന്ന് ഒരു നിമിഷം നിശ്ചലനായ ശേഷം അവൻ ചോദിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിച്ചിട്ടില്ലേ? ഉടനടി വന്നു മറുപടി, ഉവ്വ് സാർ, എല്ലാം കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത നിമിഷം വാഹനം സ്റ്റാർട്ട് ചെയ്ത് അവൻ പറഞ്ഞു, എന്നാൽ കയറി വന്ന് നമുക്ക് പോകാം. പോലീസുകാരി വണ്ടിയിൽ കയറിയതും ആ വീടിനെ ഒന്ന് മാനിച്ചുകൊണ്ട് അവൻ വാഹനം മുന്നോട്ടെടുത്തു. ഇവന്മാരാണ് സാറേ അടുത്ത ജനറേഷൻ വില്ലന്മാർ. ഞാൻ അടുത്ത ദിവസം സൂചിപ്പിക്കുവാനിരിക്കുമായിരുന്നു. വാഹനം മുന്നോട്ട് പോയി ഒരു നല്ല വഴിയിലേക്ക് കയറിയ ശേഷം പ്രവീൺ പറഞ്ഞു, അടുത്ത ജനറേഷനല്ലേ, സമയമുണ്ട്. ഗിയർ ചേഞ്ച് ചെയ്ത് വാഹനത്തിന് വേഗം വർദ്ധിപ്പിച്ചുകൊണ്ട് അമർ ഇങ്ങനെ നേരെയിരിക്കെ തന്നെ മറുപടി നൽകി, മരുന്നും മാഫിയയുമായല്ല, ഇവിടുത്തെ ബിസിനസ് സർക്കിളിലെ ഒരു കണ്ണിയാണ്. ഇത്രയും പറഞ്ഞു തുടങ്ങി മറ്റെന്തിലേക്കോ കടക്കുവാൻ തുനിഞ്ഞ പ്രവീണിനെ ഓർമ്മപ്പെടുത്തും വിധം ഇരു പോലീസുകാരികളെയും സാക്ഷിയാക്കി ദൂരേക്ക് നീണ്ടുകിടക്കുന്ന ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശത്തെ വകവയ്ക്കാത്ത വിധം അമർ വണ്ടിയുടെ ഹോൺ ഒന്നടിച്ചു. വിജനമായി തീർന്നിരുന്ന പരിസരത്തെ മറന്നെന്ന വിധം. ഇത് കേട്ട് പഴയ അമ്പരപ്പ് ഞൊടിയിടയിൽ പ്രകടമാക്കി വല്ലാത്തൊരു വിധത്തിൽ തൻ്റെ സീറ്റിൽ ഒതുങ്ങിയിരുന്നു പ്രവീൺ. അമർ ഒന്നിനും മുഖം കൊടുക്കാതെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് വാഹനം പായിച്ചുകൊണ്ടിരുന്നു, വഴിവിളക്കുകളെ വേഗത്തിൽ പിന്നിലാക്കിക്കൊണ്ട്. ചേട്ടാ, ആ പൊതിച്ചോറ് ഇങ്ങ് തന്നേക്കാമോ? തിരക്ക് ഏകദേശം ഒഴിഞ്ഞുകൊണ്ടിരുന്ന ഹോട്ടലിൽ കൗണ്ടറിലെ മധ്യവയസ്കനോട് കോൺസ്റ്റബിൾ പ്രവീൺ കയറി ചെന്ന വഴി ഇങ്ങനെ പറഞ്ഞു. അവനെ മാനിച്ച് പൊതിച്ചോറിനായി മധ്യവയസ്കൻ തലതിരിച്ച് ഓർഡറിട്ടു. ശേഷം ചിരിയോടെ പറഞ്ഞു, അവിടേക്കായതുകൊണ്ട് ഈ സമയം ചോറ് വെക്കുന്നതാ. അല്പം അലസത ഭാവിച്ച് നിന്നെന്ന വിധം പ്രവീൺ മറുപടി നൽകി. അറിയാം, അതല്ലേ എന്നും ഇവിടുന്ന്. അടയ്ക്കാറായോ? ഭംഗിക്കെന്ന വിധം നെറ്റി ചുളിപ്പിച്ചാണ് അവസാന വാചകം അവൻ നിർത്തിയത്. കുറച്ചു നേരം കൂടി താമസിക്കും, ഇന്നിപ്പം ഇത്തിരി മോശമായിരുന്നു. ഹോട്ടലിലെ കവറുകളാകെ ഒന്ന് നോക്കിക്കൊണ്ടായിരുന്നു തൻ്റെ ഈ വാചകങ്ങൾ മറുപടിയായി മധ്യവയസ്കൻ അവസാനിപ്പിച്ചത്. അപ്പോഴേക്കും കിച്ചണിൽ നിന്നും പൊതിച്ചോറുമായി ഒരാളെത്തി. അത് വാങ്ങി പണം ഏൽപ്പിച്ച് തിരികെ അതുമായി പ്രവീൺ സ്റ്റേഷനിൽ അമറിൻ്റെ അടുത്തെത്തി. അവനെ മാനിച്ച് കൈ കഴുകി വന്ന അമർ തൻ്റെ ടേബിളിൽ അതിഥികളുടെ ചെയറിലിരുന്ന് കഴിക്കുവാൻ പൊതി തുറന്നതും പുറത്ത് ഒരു വാഹനത്തിൽ 6 പേരെത്തി. ഞൊടിയിടയിൽ ഇതിനകം അവർ സ്റ്റേഷനിലേക്ക് കയറി വന്നു. അമർ, written by ഹിബോൺ ചാക്കോ, കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ്.